الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه الماء المطلق മുത്തലക്കായ വെള്ളം ഈ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉപാധിയും ഇല്ലാത്ത വെള്ളം, നാരങ്ങ വെള്ളം, കഞ്ഞിട വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉപാധിയും ഇല്ലാത്ത വെള്ളത്തിനാണ് അൽ മാ ഉൽ മുത്തലഖു എന്ന് പറയാം. ക്ലിയർ അല്ലേ? യുസ്തറത്തു നിബന്ധനയാണ്, യുസ്തറത്തു നിബന്ധനയാക്കപ്പെടും, ഷർത്താക്കപ്പെടും, ലികുല്ലി ത്വഹാറത്തിൻ എല്ലാ ശുദ്ധീകരണത്തിനും, മുഴുവൻ ശുദ്ധീകരണത്തിനും ഷർത്താക്കപ്പെടും മാഉൻ ത്വഹൂറുൻ ത്വഹൂറായ വെള്ളം. യുസ്തറത്തു ഷർത്താക്കപ്പെടും ലികുല്ലി ത്വഹാറത്തിൻ മുഴുവൻ ശുദ്ധീകരണത്തിനും മാഉൻ ത്വഹൂറുൻ ത്വഹൂറായ വെള്ളം ഷർത്താക്കപ്പെടും. ഓക്കേണോ? വഹുവ എന്താണ് ത്വഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ? വഹുവ അത് അത്വാഹിറു ശുദ്ധിയുള്ളതാണ്, ശുദ്ധിയുള്ള വെള്ളത്തിനാണ് ത്വഹൂറായ വെള്ളം എന്ന് പറയാം. ഫി നഫ്സിഹി സ്വയം ശുദ്ധിയുള്ളതും, വൽ മുത്വഹിറു ലിഗൈരിഹി മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമായ വെള്ളത്തിനാണ് ത്വഹൂറായ വെള്ളം എന്ന് പറയുന്നത്. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനും കഴിവുള്ള വെള്ളത്തിനാണ് ത്വഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ വെറും ശുദ്ധിയുള്ളത് പോരാ, അങ്ങനെ പല വെള്ളമുണ്ട്. ത്വാഹിറായ വെള്ളമുണ്ട്, അത് നമുക്ക് കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും പറ്റും. പക്ഷെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടി, നജസ് നീക്കം ചെയ്യാൻ വേണ്ടി, അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ചെറുതോ വലുതോ മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയോ ഒന്നും അത് പറ്റില്ല. ഇനി അതിനൊരു രേഖ പറയാം. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വ അൻസൽന നാം ഇറക്കിയിരിക്കുന്നു, മിനസ്സമായി ആകാശത്തിൽ നിന്ന്, മാഅൻ ത്വഹൂറൻ ത്വഹൂറായ വെള്ളം, ശുദ്ധിയുള്ള വെള്ളത്തിനെ നാം ഇറക്കിയിരിക്കുന്നു. ഇവിടെ അള്ളാഹു ത്വഹൂറായ വെള്ളം എന്നെന്ത് ചെയ്തു? ഉപയോഗിച്ചു. ശുദ്ധിയുള്ള വെള്ളം എന്നെന്ത് ചെയ്തു? ഇവിടെ ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ ഈ ത്വഹൂറിന്റെ അർത്ഥം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ്. അപ്പോൾ മഴവെള്ളം ത്വഹൂറായ വെള്ളമാണ്. ഇനി വയുഖാലു ലഹു അതിന് പറയപ്പെടും, ത്വഹൂറായ വെള്ളത്തിന് പറയപ്പെടും അൽ മാ ഉൽ മുത്ലഖു മുത്ലഖായ വെള്ളം എന്നും അതിന് പേര് പറയപ്പെടും. മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ ത്വഹൂറായ വെള്ളം തന്നെയാണ്. ത്വഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് ത്വഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
മാവുൽ മുത്തലക്ക് എന്ന് അതിന് പേരുണ്ട്. മാവുൽ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ വഹുവ അത് മാ ഒരു വെള്ളമാണ്. യഖൗ അലൈഹി ആ വെള്ളത്തിൻ്റെ മേൽ സംഭവിക്കും ഇസ്മുൽ മായി വെള്ളം എന്ന പേര് സംഭവിക്കും ബിലാ ഖൈദിൻ ഒരു ഉപാധിയുമില്ലാതെ ഒരു എന്താ പറയാ ഒരു കണ്ടീഷനും ഇല്ലാതെ വെള്ളം എന്ന പേര് സംഭവിക്കുന്ന ഒന്നിനേക്കാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയാം. ഈ മുത്തലക്കായ വെള്ളവും തൊഹൂറായ വെള്ളവും ഒന്ന് തന്നെയാണ്. അതിന് ഉദാഹരണം ഇതുപോലെ കമാ ഇൽ ബിഹാരി സമുദ്രത്തിലെ വെള്ളം പോലെ, വൽ അൻഹാരി പുഴയിലെ വെള്ളം പോലെ, വൽ ആബാരി കിണറുകളിലെ വെള്ളം പോലെ, വൽ അംതാരി മഴവെള്ളം പോലെ. അപ്പം മഴ, കിണറ്, പുഴ, സമുദ്രം ഇവകളിലേക്ക് വെള്ളം പോലെ ഒരു ഉപാധിയുമില്ലാതെ വെള്ളം എന്ന പേര് പറയാൻ പറ്റുന്ന വെള്ളത്തിനാണ് എന്തെന്ന് പറയാ മുത്തലക്കായ വെള്ളം എന്ന് പറയാം. ഇതിപ്പോ ഒരു ഉപാധിയല്ല. ഏത് കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം എന്നുള്ളത് ഒരു ഉപാധിയല്ല. അത് സ്ഥലത്തിൻ്റെ രൂപത്തിലേക്ക് ചേർത്ത് ചോദിക്കൊണ്ടാണ്. ആ സ്ഥലത്തുള്ള വെള്ളം നമ്മളിപ്പോൾ എന്താ പറയുക ഡാമിലെ വെള്ളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചേർത്തിക്കൊണ്ട് പാലക്കാടിലെ വെള്ളം, കോഴിക്കോടിലെ വെള്ളം എന്നൊക്കെ പറയും. അത് ഒരു വെള്ളത്തിനക്ക് പറ്റുന്ന അത് എവിടെയാണോ ഉള്ളത് എന്നുള്ള നിലക്കുള്ള ഒരു ഉപാധിയാണ്, അല്ലാതെ വെള്ളത്തിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള ഒരു ഉപാധിയല്ല. ക്ലിയർ അല്ലേ? ബിഖിലാഫി നഹവിൽ ഖല്ലി സുർക്ക പോലോത്തതിനെതിരായിട്ട് സുർക്ക, അതുപോലെ വൽ മുത്തഗയ്യിരി കസീറൻ ധാരാളം വ്യത്യാസം വന്ന വെള്ളം, ഒരുപാട് വ്യത്യാസം വന്നു, നിറത്തിനും മണത്തിനും രുചിക്കുമൊക്കെ കുറേ വ്യത്യാസം വന്നു. അങ്ങനെയുള്ള വെള്ളം ഇതൊന്നും നമ്മൾ വെള്ളം എന്ന് പറയില്ല. അപ്പം അതിന് നമ്മളെ കലങ്ങിയ വെള്ളം, കേടുവന്ന വെള്ളം, സുർക്ക എന്ന രൂപത്തിലാണ് അതിന് പേര് പറയാം. അപ്പം അത് എന്തല്ല, മുത്തലക്കായ വെള്ളമല്ല, തുഹൂറായ വെള്ളമല്ല. ഓക്കെ. അപ്പോൾ വൽ മുത്തഗയ്യിരി കസീറൻ ധാരാളം വ്യത്യാസം വന്ന വെള്ളവും ഒഴികെ. എങ്ങനെയാണ് ധാരാളം വ്യത്യാസം വന്നിട്ടുള്ളത്? ബി താഹിരിൻ ശുദ്ധി ഉള്ളത് കൊണ്ട് ധാരാളം വ്യത്യാസം വന്നു. ശുദ്ധിയുള്ള വെള്ളം, ശുദ്ധിയുള്ള ഒരു വസ്തു കൊണ്ട് വെള്ളത്തിന് വ്യത്യാസം വന്നു. എങ്ങനെ ശുദ്ധിയുള്ള വെള്ളമാണ്? മുഖാലിത്തിൻ കലരുന്ന ശുദ്ധിയുള്ള വെള്ളം. യുംകിനു സൗനുൽ മായി അൻഹു വെള്ളത്തിനെ അതിനെ തൊട്ട് സൂക്ഷിക്കൽ സൗകര്യമാണ്. നോക്കണേ, ഇതുപോലെ കദ്ദഖീഖി പൊടി പോലെ, വൽ മിദാദി മഷി പോലെ. ഇപ്പം ഈ മഷി, പൊടി പോലത്തെ വസ്തുക്കളൊക്കെ വെള്ളത്തിലാവാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അല്ലേ? മഷിയാവുന്നത് വെള്ളത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. മഷിക്കുപ്പി നമ്മളാരും വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കൂല, പൊടി ആരും വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നില്ല. അപ്പോൾ വെള്ളത്തിനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ശുദ്ധമായ പദാർത്ഥം കൊണ്ട് ധാരാളം വ്യത്യാസം വന്ന വെള്ളമോ സുർക്ക പോലത്തെ വെള്ളമോ എതിരായിട്ട് അവകൾക്കൊന്നും എന്തെന്ന് പറയില്ല, ശുദ്ധിയുള്ള വെള്ളം, മുത്തലക്കായ വെള്ളം എന്ന് പറയില്ല. മഷിയായ വെള്ളം നമ്മൾ എന്താ പറയാ? മഷി വെള്ളം എന്നേ പറയുള്ളൂ. പൊടി കലങ്ങിയ വെള്ളത്തിന് നമ്മൾ പൊടി കലങ്ങിയ വെള്ളം എന്നേ പറയുള്ളൂ. എന്തു പറയില്ല? വെള്ളം എന്ന് മുത്തലക്കായിട്ട് പറയില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു വിഷയം പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വെള്ളം എന്ന പേരെന്നെ അതിന് പറയില്ല. ഈ സുർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും വെള്ളം എന്ന് പറയും, വെള്ളം തന്നെ പറയില്ല. നമ്മൾ മാവ് കലക്കിയതിന് ഇപ്പം എന്താ പറയുക? ഒരു പൊടി കലക്കിയാൽ, ഈ മഷി കലക്കിയാൽ നമ്മൾ മഷിവെള്ളം എന്നാ പറയാം. അപ്പം അതിന് വെള്ളം എന്നുള്ള പേരേ ഇല്ല. അപ്പം കിലാഹുമ ഇവ രണ്ടും ലായുസമ്മ മാൻ വെള്ളം എന്ന പേര് പറയപ്പെടുകയേ ഇല്ല. അതിന് വെള്ളം എന്നുള്ള പേരേ പറയില്ല. അതുപോലെ വബി ഖിലാഫി മാഇൽ വർദി പനിനീർ വെള്ളത്തിനെതിരായിട്ട്, വൽ മുത്തനജ്ജിസി മലിനജലത്തിനും എതിരായിട്ട്,
വൽ മുസ്തഅമലി ഫി ഫർദിൻ, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനുമെതിരായി. ഫൈനഹ ലാ യുത്ലഖു അലൈഹ ഇസ്മുൽ മായി, ഫൈനഹ ഇവകൾ, ലാ യുത്ലഖു അലൈഹ ഇവകളുടെ മേൽ പറയപ്പെടുകയില്ല, ഇസ്മുൽ മായി വെള്ളം എന്ന പേര് പറയപ്പെടുകയില്ല, ഇല്ലാ മുഖയ്യദൻ ഉപാധി വെച്ചിട്ടല്ലാതെ. നമ്മളിപ്പോ ഒരു പനിനീർ വെള്ളത്തിന് നമ്മൾ സാധാ വെള്ളം എന്ന് പറയില്ല, പനിനീർ എന്ന ഉപാധി വെച്ചിട്ടേ പറയുള്ളൂ. മലിന വെള്ളത്തിന് നമ്മൾ സാധാ വെള്ളം എന്ന് പറയില്ല, മലിനമായ വെള്ളം എന്നേ പറയൂ. ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് നമ്മൾ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നേ പറയും. ഇതൊക്കെ ഒരു കൈത് വെച്ചിട്ടേ പറയുള്ളൂ, ഒരു ഉപാധി വെച്ചിട്ടേ പറയുള്ളൂ. ഇങ്ങനെ ഉപാധി വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം എന്ന പേര് തീരെ പറയാത്ത സുർക്കയോ ഇതൊന്നും എന്തല്ല, തൊഹൂറായ മുത്തലക്കായ വെള്ളം അല്ല. ഓക്കെ. അപ്പൊ നമ്മൾ വെള്ളത്തിൽ കലരുന്നതും ഉണ്ട് കലരാത്തതും ഉണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ ചേർന്ന് വെള്ളത്തിന്റെ ഇപ്പോൾ പഞ്ചസാര, ഉപ്പ്, അതുപോലെ ഈ മഷിയാണെങ്കിലും ഒക്കെ ഇത് വെള്ളത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല, വെള്ളത്തിൽ കലങ്ങണതാണ്. ആ വെള്ളത്തിന്റെ നിറം തന്നെ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അങ്ങനെ അപ്പൊ അവിടെ അത് രണ്ട് രൂപത്തിലുണ്ട്. കലരുന്നതും ഉണ്ട് കലരാത്തതും ഉണ്ട്. കലരുന്നതിന് മുഖാലിത്ത് എന്നാ പറയാ, അലിഞ്ഞു ചേരുന്നതിന് മുഖാലിത്ത് എന്നാ പറയാ. കലരാത്തതിന് മുജാവിർ എന്നാ പറയാ. അങ്ങനെ ഒരു മരക്കഷ്ണം പോലെ, മരക്കഷ്ണം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ മരം വെള്ളത്തിൽ അലിയൂലല്ലോ, അതിങ്ങനെ വേറിട്ട് കാണും. അപ്പോൾ അതുപോലെ ഈ കുളത്തിലൊക്കെ ഉണ്ടാവൂലേ, കുളത്തിൽ കുളച്ചണ്ടി, കുളവാഴ അതൊക്കെ ഉണ്ടാവും. അതൊന്നും വെള്ളത്തിൽ എന്താവില്ല, കലങ്ങിച്ച. പക്ഷെ അതുകൊണ്ട് വെള്ളത്തിന് വ്യത്യാസം വരും. ചിലപ്പോൾ പച്ച കളറായിട്ടുണ്ടാവും ചില പുഴയിലെ വെള്ളം, ചില കുളത്തിലെ വെള്ളമൊക്കെ പച്ച കളറായിട്ടുണ്ടാവും. അത് ഇതുമായി ബന്ധപ്പെട്ടാണ്, വെള്ളത്തിലുണ്ടാകുന്ന വസ്തുക്കളെ കൊണ്ടാണ്. അത് നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ പായലുണ്ടാകണമെങ്കിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് വെള്ളത്തിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് പായലുണ്ടാവും. അതുപോലെ ചിലപ്പോൾ ചില വെള്ളത്തിലുണ്ടാകുന്ന കുളവാഴ, കുളച്ചണ്ടി, അതുപോലെ ആ ഒഴുകുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ വെള്ളത്തിന് എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരും. ഇതൊന്നും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പൊടി, അതുപോലെ അരിപ്പൊടി, മഷിക്കുപ്പി, അതുപോലെ മറ്റ് പദാർത്ഥങ്ങളൊക്കെ വെള്ളത്തിലെത്തുന്നത് നമുക്ക് തടയാൻ എന്ത് ചെയ്യും, പറ്റും. അങ്ങനെ തടയാൻ പറ്റുന്ന വസ്തുക്കൾ ധാരാളം ആ വെള്ളത്തിന് വ്യത്യാസമുണ്ടാക്കി കഴിഞ്ഞാൽ ആ വെള്ളത്തിനും എന്ത് എന്ന് പറയില്ല, വെള്ളം എന്ന് പറയില്ല. അതിൽ നമ്മൾ എന്തേ പറയുള്ളൂ, മഷി വെള്ളം എന്നേ അല്ലെങ്കിൽ പൊടി കലങ്ങിയ വെള്ളം എന്നേ അതിന് നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് അതും തൊഹൂറായ മുത്തലക്കായ വെള്ളം അല്ല. ഓക്കേണോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഉപാധിയുമില്ലാതെ വെള്ളം എന്ന പേര് പറയാൻ പറ്റണം, ഒരു ഉപാധിയും ഇല്ലാതെ. അപ്പൊ അവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, വെള്ളം എന്നുള്ള പേരെന്നെ പറയാൻ പറ്റുന്നില്ല, അതെന്തല്ല, വെള്ളമല്ല. അത് വെള്ളം എന്ന് പറയാൻ പറ്റും, പക്ഷെ എന്തോ ഉപാധി കൊടുത്തിട്ടേ പറ്റുള്ളൂ. പനിനീർ വെള്ളം എന്നൊക്കെ പോലെ അതും എന്തല്ല, തൊഹൂറായ വെള്ളമല്ല, മുത്തലക്കായ വെള്ളം അല്ല. അവ രണ്ടുകൊണ്ടും നമുക്ക് ശുദ്ധീകരണത്തിനോ അതുപോലെ നജസ് നീക്കം ചെയ്യുന്നതിനോ ഒന്നും പറ്റില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയണത് ചില ചെറിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള നിലക്കാട്ടോ, ശ്രദ്ധിക്കണേ. വലായുറുറു കുഴപ്പമില്ല, വലായുറുറു കുഴപ്പമില്ല, തഗയ്യുറുൻ കലീലുൻ കുറഞ്ഞ വ്യത്യാസം, കുറഞ്ഞ രൂപത്തിൽ വ്യത്യാസം വന്നു, വെള്ളത്തിന് കുറഞ്ഞ വ്യത്യാസം വന്നു. എന്തുകൊണ്ട്? ബി മുഖാലിത്തിൻ, മുഖാലിത്ത് കൊണ്ട്, വെള്ളത്തിൽ കലങ്ങുന്നത് കൊണ്ട്, കലങ്ങിച്ചേരുന്നത് കൊണ്ട്. എങ്ങനെയുള്ള കലങ്ങിച്ചേരുന്ന വസ്തുവാണ്? യുംകിനു സൗനുൽ മാഇയൻഹു, അതിനെ തൊട്ട് സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. വെള്ളത്തിലേക്ക് അത് വീഴാതെ അത് സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു, പക്ഷെ നമ്മൾ സംരക്ഷിച്ചില്ല. പൊടി, ഉദാഹരണം പറയാം, അരിപ്പൊടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മഷി, അത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമായിരുന്നു വെള്ളത്തേക്ക് ആവാതെ, പക്ഷെ നമ്മളത് എന്ത് ചെയ്തു, സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മഷിക്കുപ്പി വെള്ളത്തിൽ വീണു. എന്നിട്ട് ആ വെള്ളത്തിന് കുറഞ്ഞ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ, കുറഞ്ഞ രൂപത്തിലുള്ള പകർച്ചയുള്ളൂ, വ്യത്യാസമുള്ളൂ. അതിന് കുഴപ്പം ഇല്ല, ശുദ്ധിയുള്ളതാവും കേട്ടോ. കുറഞ്ഞ വ്യത്യാസത്തിന് എന്തില്ല, പ്രശ്നം ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വലാ തഗയ്യുറുൻ കസീറുൻ, ധാരാളം വ്യത്യാസവും പ്രശ്നമല്ല.
വലാ തഗയ്യുറുൻ കസീർ, ഒരുപാട് വ്യത്യാസം വന്നതും കുഴപ്പമില്ല. എന്തുകൊണ്ട്? അതാ ബി മുഖാലിത്തിൻ ലാ യുംകിനു സൗനുൽ മാഇ അൻഹു, മുഖാലിത്തു കൊണ്ട്, കൂടിക്കലരുന്നത് കൊണ്ട് അതിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. വെള്ളത്തിൽ കൂടിക്കലർന്നതിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത ഒരു ഉടഞ്ഞു ചേരുന്ന, കലങ്ങിച്ചേരുന്ന വസ്തു കൊണ്ട് വെള്ളത്തിന് ധാരാളം വ്യത്യാസം വന്നു, അപ്പോഴും കുഴപ്പമില്ല. അതേതുപോലെ കത്തുഹുലബിൻ, കുളച്ചണ്ടി പോലെ, കുളച്ചണ്ടി, പായല്, ഒത്തീനിൻ, മണ്ണ്, കിബിരീത്തിൻ, ഗന്ധകം, ഗന്ധകം നമ്മുടെ ഈ സൾഫർ ഇല്ലേ, ഇതുകൊണ്ട് വെള്ളത്തിന് വ്യത്യാസം വന്നു. ഇതൊന്നും നമുക്ക് എടുത്തു കൊണ്ടാൻ കഴിയില്ലല്ലോ, മാറ്റാൻ കഴിയില്ലല്ലോ. ഏതുപോലെ ഫി മക്കരി, അത് വെള്ളം ഉള്ള സ്ഥലത്താവാം, ഔ മമരി, അല്ലെങ്കിൽ വെള്ളം ഒലിക്കുന്ന സ്ഥലത്താവാം. വെള്ളം ഒലിക്കുന്ന സ്ഥലത്തോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തോ ഉള്ള മണ്ണ് കൊണ്ടോ കുളവാഴ കൊണ്ടോ അല്ലെങ്കിൽ കിബിരീത്ത്, ഗന്ധകം കൊണ്ടോ സൾഫർ കൊണ്ടോ വെള്ളത്തിന് ഒരുപാട് വ്യത്യാസം വന്നാലും അതും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വുളു എടുക്കാനും ശുദ്ധിയാക്കാനും ശുദ്ധി വരുത്താനും പറ്റുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ കുറെ പറഞ്ഞപ്പോ ഒന്നാമത് പറഞ്ഞു നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലാത്ത തൊഹൂറായ വെള്ളം, മഴവെള്ളം പോലെ, കിണറിലെ വെള്ളം പോലെ, പുഴവെള്ളം പോലെ. രണ്ടാമത് പറഞ്ഞു നമ്മൾ പറ്റുന്നത് നമുക്ക് വെള്ളത്തെ തൊട്ട് വെള്ളത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ശുദ്ധിയുള്ള വസ്തു കൊണ്ട് വെള്ളത്തിന് കുറഞ്ഞ വ്യത്യാസമാണ് സംഭവിച്ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കൂടുതൽ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. എപ്പോ? നമുക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത വസ്തു കൊണ്ടാണെങ്കിൽ അതും കുഴപ്പമില്ല. ഇനി വലാ തഗയ്യുറുൻ ബി തൂലിൽ മുക്സി, കാലം ദീർഘിക്കൽ കൊണ്ട് വ്യത്യാസം വന്നു. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുളത്തിലെ വെള്ളം കുറേ കാലം ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അതിനൊരു വ്യത്യാസം വരും, വെള്ളം തീരെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ, അതുകൊണ്ടും കുഴപ്പമില്ല. ഔബി മിൽഹിൻ മായിൻ, വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഉപ്പ്, അതുകൊണ്ട് വ്യത്യാസം വന്നു. വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഉപ്പ് കൊണ്ട്, കടൽ വെള്ളം വറ്റിച്ചുകൊണ്ടും മറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ ഉപ്പ്, ആ വെള്ളം, ആ ഉപ്പ് കൊണ്ട് എന്ത് ചെയ്തു? വെള്ളത്തിന് വ്യത്യാസം വന്നു, ഇപ്പോഴും കുഴപ്പമില്ല. ഔബി ഔറാഖിൻ മുത്തനാസിറത്തിൻ ബിനഫ്സിഹ, സ്വയം കൊഴിഞ്ഞ ഇല. ഔബി ഔറാഖിൻ, അല്ലെങ്കിൽ ഇലകളെ കൊണ്ട് വ്യത്യാസം വന്നു. മുത്തനാസിറത്തിൻ, കൊഴിഞ്ഞു വീണ ഇലകൾ, ബിനഫ്സിഹ, സ്വയം. അപ്പൊ സ്വയം കൊഴിഞ്ഞു വീണ ഇലകളെ കൊണ്ട് വ്യത്യാസം വന്ന വെള്ളത്തിനും കുഴപ്പം ഇല്ല. അതുപോലെ പല തഗയ്യുറുൻ ബി മുജാവിരിൻ, മുജാവിർ കൊണ്ടുവന്ന വ്യത്യാസത്തിലും, മുജാവിർ കൊണ്ടുവന്ന വ്യത്യാസം, മുജാവിർ എന്ന് പറഞ്ഞാൽ കലരാത്ത വസ്തുക്കൾ, നേരത്തെ പറഞ്ഞ പോലെ തടി, എണ്ണ പോലത്തെ, അതൊന്നും വെള്ളത്തിൽ എന്താവൂല, ചേരൂല. അങ്ങനെ ആ ഒരു മരക്കഷ്ണം വീണ് വെള്ളത്തിൽ, അല്ലെങ്കിൽ ഒരു പൈപ്പ് വെള്ളത്തിൽ പെട്ടു, അപ്പൊ അതുകൊണ്ടൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും കുഴപ്പമില്ല. വലാ തഗയ്യുറുൻ ബി മുജാവിരിൻ, മുജാവിർ കൊണ്ട് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. ബഹുവായി മുജാവിർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യതമയ്യസുലിന്നാദിരി, നോക്കുന്നവന് വേർതിരിഞ്ഞ് മനസ്സിലാക്കും, നോക്കണ ആൾക്ക് വേർതിരിഞ്ഞ് മനസ്സിലാക്കും. തഊദിൻ, തടിക്കഷ്ണം പോലെ, വദുഹുനിൻ, എണ്ണ പോലെ. എണ്ണ, തടിക്കഷ്ണം പോലത്തെ വസ്തുക്കൾ നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ വേറിട്ട് കാണുമല്ലോ. കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു മരം വേറിട്ട് നിൽക്കുന്നത് കാണാം, എണ്ണ വേറിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ നേരെ മറിച്ച് ഉപ്പ് കലങ്ങിയത് നമുക്ക് വേറിട്ട് കാണൂല, അത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടേ കാണും. പഞ്ചസാര കലങ്ങിയത് നമുക്ക് അലിഞ്ഞിട്ടേ കാണും. അപ്പൊ ഇങ്ങനെ വേറിട്ട് കാണുന്ന മുജാവിർ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസവും കുഴപ്പം ഇല്ല. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഒന്ന് നോക്കി, പറഞ്ഞൊന്ന് നോക്കി, എവിടെയെങ്കിലും സംശയമുണ്ടോ പറയും. ബിലാ ഖൈദ്,